അദ്വാനിക്ക് ഭാരത് രത്ന. അതിനുവേണ്ടിയാണ് അദ്വാനി ഇത്രയും കഷ്ടപ്പെട്ടത്. അദ്വാനിക്ക് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയാക്കുകയല്ലേ വേണ്ടത്. ഇത്രയും വയസ്സും പ്രായമൊക്കെ ആയി എങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം പ്രധാനമന്ത്രി കസേരയിൽ ഒന്ന് ഇരുന്നിട്ട് പോയാലും കുഴപ്പമില്ല. അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു അംഗീകാരം അതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് മോഡിജി അദ്ദേഹത്തെ ഒരു പ്രധാനമന്ത്രിയെങ്കിലും ആക്കണം, ഒരു ദിവസത്തേക്കെങ്കിലും ആക്കണം. ഒരു സിനിമയിൽ ഒരു നാൾ മുതൽ എന്നുള്ളൊരു പടമുണ്ട് തമിഴിലെ, അതുപോലെ ഒരു ദിവസത്തേക്ക്. അല്ലാതെ ഈ മോഡിജി അദ്വാനിജിയുടെ ശിഷ്യനായിരുന്നു. ഈ രഥയാത്രയൊക്കെ നടത്തി ഒരുപാട് കഷ്ടപ്പെട്ടു അദ്വാനി പാർട്ടിയെ വളർത്താൻ വേണ്ടി. ഈ രഥയാത്രയും രാമജന്മഭൂമി ഇഷ്യൂ ഒക്കെ എടുത്തിട്ട് വളരെ കഷ്ടപ്പെട്ട് ഈ 2 സീറ്റിൽ നിന്ന് 82 സീറ്റിലേക്കും പിന്നീട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പാർട്ടിയൊക്കെ ആക്കി മാറ്റിയത് അദ്വാനിയുടെ പ്രയത്ന ഫലമാണ്. അന്നൊക്കെ അദ്വാനിയുടെ വെറും ശിഷ്യനായിരുന്നു മോഡിജി. ഇപ്പോൾ അദ്വാനിജീനെ ഒരു മൂലക്ക് ഇരുത്തിയിട്ട് ഒതുക്കി അവസാനം മോഡിജി ഇങ്ങനെ പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. എന്നിട്ടൊരു ഭാരതരത്നത്തിലൊന്നും ഒതുങ്ങൂല. അതിൽ താല്പര്യമില്ല അദ്ദേഹത്തിന് ഒരു ദിവസമെങ്കിൽ ആക്കണം. പിന്നെ ഇതിനെല്ലാം കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു, അദ്ദേഹത്തിനും ഈ ഭാരതരത്ന കിട്ടുന്നുണ്ട്. മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അദ്ദേഹമൊക്കെയാണ് BJP വളർത്തിയെടുത്ത മറ്റൊരു മഹാനായ വ്യക്തിയാണ് അദ്ദേഹം. ആര്? നരസിംഹറാവു.